ബഫല്ലോ രൂപതയുടെ കീഴിലുള്ള ചരിത്ര നിർമ്മിതിയും പുരാതന ക്രൈസ്തവ സഭയുടെ പാരമ്പര്യത്തനിമ ഒളിമങ്ങാതെ കാത്തുസൂക്ഷിക്കുകയും ചെയ്തിരുന്ന സെയിന്റ് ആൻസ് കത്തോലിക്ക ദേവാലയം 2022-ലാണ് ഡൗൺ ടൗൺ ഇസ്ലാമിക സെന്ററിന് ബഫല്ലോ രൂപത വിൽപ്പന നടത്തുന്നത്. ഡൗൺ ടൗൺ ഇസ്ലാമിക സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബഫല്ലോ ക്രസന്റ് ഹോൾഡിംഗ്സ് എന്ന സംഘടനയാണ് $250,000 ബഫല്ലോ രൂപതയിൽ നിന്ന് വിശുദ്ധ അന്നയുടെ നാമധേയത്തിലുള്ള അതിപുരാതനമായ ദേവാലയം വിലയ്ക്ക് വാങ്ങിയത്. ഈ ദേവാലയത്തിന് സമീപത്തായി ഇസ്ലാമിക സെന്റർ വളരെ നേരത്തെ തന്നെ അവരുടെ ഒരു ചെറിയ ആരാധനാലയം സ്ഥാപിച്ചിരുന്നുവെന്നതും സംശയങ്ങളിലേക്ക് വഴിചൂണ്ടുന്നു. ബഫല്ലോ ന്യൂസ് അറിയിച്ചതനുസരിച്ച് സെയിന്റ് ആൻസ് ദേവാലയം നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി 3000 വിദ്യാർത്ഥികൾക്ക് പഠിക്കാനാവുന്ന ഇസ്ലാമിക സ്കൂളും കോളേജും മുസ്ലിം ഫ്യൂണറൽ സെന്ററും ഷോപ്പിംഗ് മാളും അടങ്ങുന്ന ഇസ്ലാമിക സമുച്ചയമാണ് പദ്ധതിയിടുന്നത്. ഈ ഇസ്ലാമിക സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ധനസമാഹരണ പരിപാടികളും നടന്നുവരുന്നുണ്ട്. 2020 മുതൽ ബഫല്ലോ രൂപത നിർധനത്വത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്ന പശ്ചാത്തലത്തിലാണ് കത്തോലിക്ക സഭയുടെ തന്നെ മഹത്തായ പാരമ്പര്യം വിളിച്ചോതുന്ന അതിപുരാതന ദേവാലയമായ സെയിന്റ് ആൻസ് ചർച്ച് വിൽപ്പന നടത്തിയ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. 1886-ൽ സ്ഥാപിതമായ പുരാതന ജർമ്മൻ ദേവാലയമായ സെയിന്റ് ആൻസ് ദേവാലയം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് മതിയായ തുകയില്ലാത്തതിനാൽ 10 വർഷമായി അടഞ്ഞുകിടക്കുകയായിരുന്നു. 2014-ൽ സെയിന്റ് ആൻസ് ദേവാലയം വിൽക്കുകയോ മറ്റു മതേതര പ്രവർത്തനങ്ങൾക്ക് തുറന്നുകൊടുക്കുകയോ ചെയ്യരുതെന്ന് വത്തിക്കാൻ ഡിക്കാസ്ട്രി ഫോർ ക്ലെർജി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നെങ്കിലും പിന്നീട് ബഫല്ലോ രൂപത ഈ ദേവാലയം വിൽക്കുവാനായി പ്രത്യേക അനുമതി വാങ്ങുകയായിരുന്നു. പ്രശസ്ത വൈദികനായ ഫാദർ റൊണാൾഡ് വിർലിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ച പോസ്റ്റിലൂടെയാണ് ദേവാലയ വിൽപ്പനയെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള വിശ്വാസി സമൂഹം ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. ബഫല്ലോയിലെ സെയിന്റ് ആൻസ് ദേവാലയം $250,000 വിൽപ്പന നടത്തിയിരിക്കുന്നുവെന്നും ചരിത്രപ്രധാനമായ ആ ദേവാലയം ഒരു മോസ്കായി മാറുമെന്നും എക്സിൽ വൈദികൻ കുറിച്ച പോസ്റ്റിനോടനുബന്ധിച്ച് വിശ്വാസികൾക്കിടയിൽ പ്രതിഷേധമിരമ്പുകയാണ്. പരിശുദ്ധ കുർബാന അർപ്പണം നടന്നുകൊണ്ടിരുന്ന അതിപ്രധാനമായ ഒരു ക്രൈസ്തവ ദേവാലയം ഇസ്ലാമിക പ്രാർത്ഥനാലയമാക്കാൻ എങ്ങനെ വിട്ടുകൊടുക്കാൻ സാധിക്കുന്നുവെന്നും നവീകരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് ദേവാലയം വിൽപ്പന വസ്തുവായി മാറുന്നതും എന്നുള്ള വസ്തുത വിശ്വാസികളിൽ ആശങ്കയും വേദനയും ഉളവാക്കിയിരിക്കുകയാണ്. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞുവെന്ന തിരുവചനം ഏറ്റെടുത്ത് ശക്തമായ പ്രതിഷേധമാണ് ബഫല്ലോ രൂപതയുടെ ഈ നിലപാടിനെതിരായി വിശ്വാസി സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. ഇതാദ്യമായല്ല ബഫല്ലോ രൂപതയിലെ ദേവാലയങ്ങൾ ഇസ്ലാമിക വൽക്കരണത്തിന് അധീനമാകുന്നത്. രൂപതയിലെ തന്നെ പോളിഷ് ദേവാലയമായിരുന്ന ഹോളി മദർ ഓഫ് റോസറി ചർച്ച് ദാറുൽ ഉലൂം അൽ മദീന എന്ന ഇസ്ലാമിക വിദ്യാലയമായി മാറിയതും ക്വീൻ ഓഫ് പീസ് ദേവാലയം ഇസ്ലാമിക ആരാധനാലയമായി മാറിയതും സെയിന്റ് ആൻസ് ദേവാലയത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക വിശ്വാസികളിൽ വർദ്ധിപ്പിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്.